ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കും. ഒന്നുകിൽ UDFിൻ്റെ ഭാവി, അതുപോലെ തന്നെ LDFിൻ്റെ തുടർഭരണം ഇങ്ങനെ നിൽക്കുകയാണ്. ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമോ കോൺഗ്രസിൻ്റെ, അതായത് VD സതീശൻ്റെ പോലും ഒരു ഭാവി ഇവിടെ തീർച്ചപ്പെടുത്തുമോ എന്നറിയേണ്ടതുണ്ട്. അല്ല, ഇന്നലെ ഏഷ്യാനെറ്റിന് മറ്റൊരു ഇൻ്റർവ്യൂ VD സതീശൻ കൊടുത്തത് ഞാൻ ശ്രദ്ധിച്ചു. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഇലക്ഷനിലെ പരാജയം ഉണ്ടായാൽ അതെൻ്റെ മാത്രം ഉത്തരവാദിത്വവും വിജയമുണ്ടായാൽ അതെല്ലാവരുടെയും ഉത്തരവാദിത്വമായിരിക്കും. അപ്പോൾ അദ്ദേഹം എന്തായാലും ഇവിടെ ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്, വിജയത്തിന് സാധ്യതയുമുണ്ട്. പക്ഷേ തിളങ്ങുന്ന ഒരു വിജയം ഉണ്ടായില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പരാജയമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം UDFിൻ്റെ ഒരു സ്ഥിരപ്രതിഷ്ഠ നേടിയ മണ്ഡലം അൻവറിലൂടെ 2 പ്രാവശ്യം മാത്രം പുറത്തു പോയെങ്കിലും 69 ശേഷം ഏതാണ്ട് UDFിൻ്റെ കയ്യിൽ നിന്ന് സുരക്ഷിതമായി നിന്നിരുന്ന ഒരു മണ്ഡലം കൈവിട്ടു പോകുന്ന സാഹചര്യം, അല്ലെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന ഒരു സാഹചര്യം UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ 25-ലെ LDFനെതിരെയുള്ള പോരാട്ടത്തിനോ 26-ലെ LDFിനെതിരെയുള്ള പോരാട്ടത്തിനോ കളമൊരുക്കുകയില്ല എന്നുള്ളതാണ് സത്യം. അത് UDFിനെ പുറകോട്ട് അടിക്കുന്ന ഒരു റിസൾട്ടായി പോകും. ഒരു നേരിയ വിജയം, ഒരു വളരെ വ്യക്തമായൊരു വിജയം നിലമ്പൂർ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ അത് UDFിനകത്ത് തന്നെ പലവിധ അന്തഃഛിദ്രങ്ങൾക്ക് കാരണമാക്കും. കാരണം ഇപ്പം തന്നെ ഒരുപാട് പേർ VD സതീശനെതിരെ വാളോങ്ങിക്കൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് അംഗം വെട്ടാനുള്ള ഒരു അവസരവും കൂടി അത് നൽകും. ഈ ഘടകകക്ഷികൾ തന്നെ അതൃപ്തരായി ഒരുപക്ഷെ അത് UDF ശിഥിലമാകാവുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് മുസ്ലിം ലീഗ് അവരുടെ ചില അസംതൃപ്തികൾ പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. അവർക്ക് UDFിലെ ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് അവർക്ക് കിട്ടിയിരുന്ന ഒരു പ്രമാണിത്വമോ അല്ലെങ്കിൽ അപ്രമാണിത്വമോ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. VD സതീശൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. താൻ ഒറ്റയാൻ ലീഡർ, ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇതെൻ്റെ വിജയമായിരിക്കും, അല്ല വിജയമാണെങ്കിൽ അത് എല്ലാവരുടേതുമായിരിക്കും, നേതാവ് എന്നുള്ള നിലയ്ക്ക് പരാജയമാണെങ്കിൽ അത് എൻ്റേത് മാത്രമായിരിക്കും എന്ന് പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം, ഞാൻ ഈ UDFിൻ്റെ നേതാവാണ്, ഇനി വരുന്ന 26-ലും ഞാനായിരിക്കും UDFിൻ്റെ നേതാവെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അത് പക്ഷേ അത് ലീഗിന് അത്ര രുചിക്കുന്ന കാര്യമല്ലത്. ലീഗിന് പോട്ടെ, കോൺഗ്രസിനകത്ത് പോലും ആർക്കും അത്ര രുചിക്കുന്ന ഒരു കാര്യമായി വരാനില്ല. കാരണം അവരുടെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് ഞാനായിരിക്കും ഇതിൻ്റെ നേതാവ് ഇനിയും 26-ലും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന കൂടെയാണ് ഇന്നലത്തെ ഏഷ്യാനെറ്റിലെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ. പക്ഷേ ലീഗിൻ്റെ അപ്രമാദിത്വം ഒന്നും കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? ലീഗിൻ്റെ അപ്രമാദിത്വം അങ്ങനെ കുറയാൻ വഴിയില്ല. പക്ഷേ അവർക്കൊരു ബാർഗൈനിങ് പവറിനുള്ള സാധ്യതകൾ കുറയ്ക്കുക എന്നുള്ളതാണ് VD സതീശൻ്റെ ഉദ്ദേശം. ആ നീക്കത്തിനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അത്ര അനുവദിച്ചു കൊടുക്കാനും പറ്റില്ല. പക്ഷേ അത് 2026-ലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ BJP എത്ര സീറ്റ് പിടിക്കും എന്നുള്ളത് നമ്മൾ നോക്കണം. അതനുസരിച്ച് UDFിൻ്റെ സീറ്റ് കുറയുകയും ഭരണത്തിലേക്ക് എത്തുകയും ചെയ്താൽ വളരെ കഷ്ടിച്ചൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗിന് അപ്രമാദിത്വം ഉണ്ടായിരിക്കും. അല്ല, ഇത് ഇപ്പോൾ VD സതീശൻ ഉദ്ദേശിക്കുന്ന പോലെ 100 സീറ്റ്, കോൺഗ്രസിന് 100 സീറ്റ് എന്നുള്ള ഒരു തിയറിയിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ബോധ്യമാക്കുന്നത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു 30-35 സീറ്റുകളിൽ 1-2 സ്ഥാനങ്ങളിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ആ രീതിയിൽ കഴിഞ്ഞ ലോക്സഭയിൽ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു പോരാട്ടം അവർക്ക് ഇനിയും തുടരാൻ സാധിക്കുകയും അവരുടെ നേതൃത്വം അണികളും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ 2026-ൽ ഈ 35 സീറ്റിലും അവർക്ക് അതിഭീകരമായ ഒരു പോരാട്ടം നടത്താൻ കഴിയും. അപ്പോൾ ഒരു കട്ട ത്രികോണ മത്സരത്തിനുള്ള സാധ്യത അവിടെ ഉയർന്നു വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ 35 സീറ്റിലും ഒന്നുകിൽ BJP അല്ലെങ്കിൽ LDF എന്നുള്ള ഒരു ഇതിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം BJP പിടിക്കുന്ന ഹിന്ദു വോട്ടുകളിൽ CPM-ൻ്റേതും വന്നേക്കാം, പക്ഷേ എങ്കിൽ പോലും കൂടുതൽ വരിക UDFിൻ്റേതായിരിക്കും എന്ന് നമുക്ക് പല തെരഞ്ഞെടുപ്പുകളിൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നടന്ന കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കണ്ടതാണ്. എവിടെയാണ് വോട്ട് കൂടുതൽ കുറയുന്നത്, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ BJP കൂടുതൽ വോട്ട് പിടിക്കുമ്പോൾ വോട്ട് കുറയുന്നത് കൂടുതൽ UDFിനാണെന്നുള്ളതാണ് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ള ഒരു ചരിത്രം. അപ്പം അത് വെച്ച് നോക്കുമ്പം 35 സീറ്റിൽ ഇങ്ങനെ ഒരു മത്സരം വരുന്നാൽ പിന്നെ 105 സീറ്റിലാണ്
അപ്പോൾ അവിടെ ബി ജെ പിയും സി പി എമ്മും കൂടെ 35 സീറ്റിൽ 5 10 ബി ജെ പിക്ക് എന്നുള്ള രീതിയിൽ പോലും ഞാൻ വളരെ കുറച്ച് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പോലും ബാക്കി സീറ്റുകൾ എൽ ഡി എഫിന് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ബാക്കി 105 സീറ്റുകളിലായിരിക്കും പിന്നെ ഫൈറ്റ് വരുന്നത്. ആ 105 സീറ്റുകളിൽ 100 സീറ്റ് പിന്നെ യു ഡി എഫ് പിടിക്കുമോ, അല്ലെങ്കിൽ ഈ 50 സീറ്റ് പിടിക്കുമോ? അവിടെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മൂന്നാം ഊഴത്തിനുള്ള സാധ്യത ഒട്ടും കുറവല്ല എന്നുള്ളതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ കളിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുള്ള കളി കൂടുതൽ ഹിന്ദു വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും കളയാനേ അവർക്ക് ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് വേറൊരു സത്യം. ഇതൊക്കെ നാളെ രാഷ്ട്രീയ അംഗത്തിൽ വലിയ സംസാര വിഷയമാകാൻ പോകുന്ന കാര്യങ്ങളാണ്. നിലമ്പൂർ ഒരു ഉരകല്ലാണ് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും അത് കഴിഞ്ഞ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനും ഒന്നാന്തരം ഉരകല്ലായിരിക്കും. ഇവിടെ ഓരോ നേതാക്കളും പറയുന്ന വാചകങ്ങൾ 25 26 തെരഞ്ഞെടുപ്പുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കും. അത് കേട്ടിട്ടായിരിക്കും കേരളത്തിലെ ജനത വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ വരുമെന്നുള്ളത് യു ഡി എഫിന് ധാരണ ഇല്ലാതെയാണോ മുന്നോട്ട് നീങ്ങുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ലീഗ് അതൃപ്തരായി നിൽക്കുകയും ലീഗ് ഇടയുകയും ചെയ്തു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ നില പരുങ്ങലിലാകുമെന്ന്. യു ഡി എഫിൻ്റെ നില പരുങ്ങലിലാക്കുന്നതൊന്നും ലീഗ് ഇപ്പോൾ ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ലീഗിൻ്റെ നില പരുങ്ങലിലാകാതിരിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും പരുങ്ങലിലാക്കാൻ ശ്രമിക്കുന്നതോ അവർ യു ഡി എഫിനകത്ത് നിന്ന് ശക്തമായി ചേർക്കും. അത് കോൺഗ്രസിലെ നേതൃത്വം ആരായാലും അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഭരണം അവർക്ക് 26 കിട്ടണം, ഇല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മാറി മറിയും എന്നുള്ളത്. ഭരണം 26 കിട്ടണമെങ്കിൽ ഇപ്പോൾ ഈ വക അംഗങ്ങളല്ല അവർ നടത്തേണ്ടത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത്, അൻവറിനെ പോലും പുറത്തു വിടാതെ അൻവറിനെ പോലും കൂട്ട നിർത്തിക്കൊണ്ട് പിണറായിക്കെതിരെ ഒരു പോരാട്ടം എന്നുള്ള നിലയിൽ അൻവർ പറഞ്ഞ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം എന്നുള്ള രീതിയിൽ എതിർശക്തികൾ ആരൊക്കെയാണോ അവരെ മുഴുവൻ കൂട്ടുക, ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന രീതിയിൽ കൂട്ടിക്കൊണ്ടുപോയി അംഗം ജയിക്കുക. 100 സീറ്റല്ല, ഒരു 80 സീറ്റെങ്കിലും പിടിക്കാനുള്ള ത്രാണി യു ഡി എഫ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ആ ത്രാണി കണക്ക് പ്രകാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും കണക്ക് പ്രകാരം അത് വരുന്നില്ല. ഇപ്പോൾ ഇവർ കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ ചില ഉപതെരഞ്ഞെടുപ്പുകളുടെ കണക്കുകളാണ്. ആ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ പലതും യു ഡി എഫ് കോട്ടകളിലാണ് മത്സരം നടന്നിട്ടുള്ളത്. പാലക്കാട് ഒഴിച്ച് വേണമെങ്കിൽ പറയാം. പാലക്കാടും യു ഡി എഫിന് മോശമുള്ളൊരു മണ്ഡലമൊന്നും ആയിരുന്നില്ല, അല്ലേ? അവിടെ ഒരു വിജയമുണ്ടായത് വലിയ വിജയമെന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും അത് ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ഗുണം പിന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഗുണം ഇവിടെയും ആവർത്തിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അവരിത് ചെയ്യുന്നത്. ഇവിടെ ചിലപ്പോൾ ആവർത്തിച്ചാൽ പോലും ആവർത്തിക്കുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം മറ്റ് മുസ്ലിം ശക്തികൾക്ക്, പ്രത്യേകിച്ച് സുന്നികൾ അടക്കമുള്ളവർക്കൊക്കെ ഇതെങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത്, അല്ലെങ്കിൽ മാറ്റം ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമാണ്. പക്ഷേ യു ഡി എഫിന് തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വി ഡി സതീശന് മുൾമുനയിൽ നിൽക്കേണ്ടി വരും. കാരണം അൻവറിൻ്റെ പ്രവേശത്തെ തടഞ്ഞതുകൊണ്ട്. അല്ലെ, യു ഡി എഫിന് തോൽവി ഉണ്ടാകുമെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. യു ഡി എഫിന് തോൽവിയല്ല, നിറംകെട്ട ഒരു വിജയം ഉണ്ടായാൽ അത് വി ഡി സതീശന് പ്രശ്നമായി വരും. അത് യു ഡി എഫിൽ ഒരുപാട് അന്തഃഛിദ്രങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് കോൺഗ്രസിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ നിലമ്പൂരിൽ ഒരു വലിയ വിജയത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി എങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആര് വേണോ കൂട്ടുപിടിക്കും എന്നുള്ള രീതി സ്വീകരിക്കും. വിജയമാണ് തൻ്റെ മുന്നിൽ. വിജയം ഉണ്ടാകും യു ഡി എഫിന്. അത് നിറംകെട്ട വിജയമായിരിക്കും. അത് നിറംകെട്ട വിജയമായി പോകാതിരിക്കണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും മറ്റ് വോട്ടുകൾ മുഴുവൻ, അതായത് മുസ്ലിം ഭൂരിപക്ഷ വോട്ടുകളും യു ഡി എഫിൻ്റെ ബേസ് വോട്ടുകളും മുഴുവൻ തന്നെ തൻ്റെ പെട്ടിയിൽ വീഴിക്കണമെന്നുള്ളതാണ് വി ഡി സതീശൻ്റെ ഉദ്ദേശം. അത് വിജയിച്ചാൽ അദ്ദേഹത്തിൻ്റെ മാനം രക്ഷിക്കാമെന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന അതിസാഹസകരമായ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുകൂടുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ള നയത്തിൽ നിന്നും വ്യക്തമാക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.